ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിന്നിട്ടൊരു പരാതി പറയലുണ്ട്. എൻ്റെ ഗുരുവായൂരപ്പ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ ആരും ഇല്ല, രക്ഷിച്ചോളണേ. എന്തിനാ അങ്ങനെ പറയണേ? ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ വെച്ചാൽ അതൊരു കുറവല്ല. ഗുരുവായൂരപ്പനാണ് വേണ്ടത് നമ്മുടെ കൂടെ. ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഗുരുവായൂരപ്പൻ കൂടെ ഇല്ല പിന്നെ എന്ത് പ്രയോജനം? കുറെ പൂജ്യം ഇങ്ങനെ വരച്ചിട്ടാൽ, എൻ്റെ കയ്യിൽ ഇത്രയും കേട്ടോ ഓവർ ഒരാൾ കുറെ പൂജ്യം ഇങ്ങനെ വരച്ചിട്ടാൽ വല്ല ഫലം ഉണ്ടോ? ആ പൂജ്യത്തിന് അങ്ങാപ്പുറത്തൊരു സംഖ്യ വന്നാൽ പൂജ്യത്തിനൊക്കെ വിലയുണ്ട്. അതുപോലെ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായാലും ഒരു ഫലമില്ല. വേണമെങ്കിൽ നമുക്ക് പറയാം, ഗുരുവായൂരപ്പ, ഈ ത്രൈലോക്യം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, വേറെ ആരും ഇല്ല എനിക്ക് എന്ന് പറയാം. കാരണം ത്രൈലോക്യം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല എന്നർത്ഥം. അതൊക്കെ ലിമിറ്റഡ് ആണ്, പരിമിതികളുണ്ട്, പരിധികളുണ്ട്. ഒരു പരിധിയില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന, ഒരു പരിധിയില്ലാതെ തരാൻ കഴിയുന്ന ഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഗുരുവായൂരപ്പൻ കൂടെ ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും ഫലമില്ല. അതുകൊണ്ട് പറയാൻ ശീലിക്കണം, ഇനി എൻ്റെ കൂടെ ഗുരുവായൂരപ്പനുണ്ട്, അതാണ് മഹിമ, അതാണ് ഭാഗ്യം, അതാണ് സർവസ്വവും. കൃഷ്ണ ഗുരുവായൂരപ്പ.